ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് BR റാങ്ക്ഡ് വീഡിയോസിന് ഇത്രയും ഫാൻസ് ഉണ്ടായെന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് പോസിറ്റീവ് കമൻറ്റ്സ് കിട്ടി. എൻ്റെ CS റാങ്ക്ഡ് വീഡിയോക്കായാലും നിങ്ങൾക്ക് ഇഷ്ടം BR റാങ്ക്ഡ് വീഡിയോസാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എൻ്റെ BR റാങ്ക്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻ്റെ വോയിസ് ഓവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ലാഗ് അടിപ്പിക്കേണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, ഇന്നും എൻ്റെ കൂട്ടത്തിൽ റയർലെസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി രണ്ടുപേര് സ്ട്രേഞ്ചേഴ്സാണ്. രണ്ടുപേരിൽ ഒരാൾ വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള, അപ്പോൾ സ്ട്രേഞ്ചർ എന്ന് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് സൂഫി എന്ന് പറഞ്ഞിട്ട്. മറ്റൊരാൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ സ്ട്രേഞ്ചർ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ തേണ്ട അങ്ങനെ പീക്കിൽ വന്ന് ഇറങ്ങിയേക്കുവാ. ഡയറക്റ്റ് പീക്കിൽ ഇറങ്ങാൻ നിന്നില്ല, അതിനടുത്തുള്ള വീട്ടിൽ വന്നേക്കുവാണ്. കാരണം എങ്ങാനും ഇനി ചത്തു കഴിഞ്ഞാൽ റിവൈവ് ചെയ്യണമല്ലോ. പിന്നെ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കേ, എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? നോക്ക് എത്ര പേർക്ക് കാര്യം കറക്റ്റായിട്ട് ക്ലിക്കായി എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ശ്രദ്ധിച്ച് നോക്കിയവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. 50 പേരൊക്കെ വരുന്ന മാച്ചിൽ 21 പേരാണ് ഗൈസ് വന്നേക്കുന്നത്. അതായത് വെറും 6 ടീം ആണ് ഈ ഒരു മാച്ചിൽ വന്നേക്കുന്നത്. ഓരോരോ അപ്ഡേറ്റുകളെ ഫ്രീ ഫയറിൻ്റെ ഇത് എന്ന് വന്നതാണോ ആവോ. ഞാൻ ഫോൺ നൈസായിട്ടൊന്ന് ചേഞ്ച് ചെയ്തായിരുന്നേ. അപ്പോൾ കുറച്ച് ദിവസം ഒന്ന് ബ്രേക്ക് എടുത്തു, ഒരു 2-3 ദിവസം. ആ 2-3 ദിവസത്തിനിടയിൽ ഇത്രയും കാര്യങ്ങൾ ഈ ഫ്രീ ഫയറിൽ സംഭവിച്ചു. ഞാൻ റെഗുലറായിട്ട് കളിക്കുമ്പോൾ ഒരു അപ്ഡേറ്റും വരത്തില്ല, ഒന്നും വരത്തില്ല. ഞാനൊരു 2 ദിവസം എങ്ങോട്ടേലും മാറി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരും. എന്നെ വട്ടം കറക്കാൻ വേണ്ടിയിട്ടല്ലാതെ എന്നാത്തിനാന്നേ. ഒരു കാര്യം പഠിച്ചു വരുമ്പോഴത്തേക്കും അടുത്ത അപ്ഡേറ്റുമായിട്ട് ഫ്രീ ഫയർ വരും. ഫ്രീ ഫയറിന് പോലും എന്നെ ന്യൂബെന്ന് വിളിക്കുന്നത് കേൾക്കാനാണ് ഇഷ്ടം. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഗൈസ്. മറ്റേത് തന്നെയായിരുന്നു നല്ലത്, ഒരു 19 പേരുള്ള ഒരു മാച്ച്. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കില്ലെടുക്കാമല്ലോ. ഇതിപ്പോൾ അധികം എനിമീസിനൊന്നും കാണാറില്ലെന്നേ. നമ്മൾ പ്രോ പ്ലെയേഴ്സ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ എനിമീസ് ഒന്നും ഇല്ലാതിരിക്കുന്നത് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഗൈസ്. എന്താണെന്നറിയില്ല, നമ്മൾ പ്രോ പ്ലെയേഴ്സ് ആണല്ലോ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു പുതിയ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടു എന്നോ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നോക്കാമല്ലോ ഒന്ന്. അത് കഴിഞ്ഞ് നമ്മളിതേ പീക്കിൽ ഇറങ്ങിയിട്ട് പീക്കിൽ വന്ന് അത്യാവശ്യം ഗണ്ണും കാര്യങ്ങളും എല്ലാം സെറ്റാക്കുവാണ്. ലൂട്ട് മുഖ്യം പിക്കിലേ, അതില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കൂലല്ലോ. അപ്പോൾ ഇവിടുത്തെ റിവൈവൽ സോൺ യൂസ് ആവുന്നുണ്ട്. അപ്പോൾ അവനെ പോയി അങ്ങ് ഫിനിഷ് ചെയ്താൽ കൊള്ളാമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് പുഷ് ചെയ്യാനുള്ളൊരു പേടി കാരണം നമ്മൾ മടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഗൈസ്. മാത്രമല്ല സെറ്റായിട്ടുള്ള ഒരു ലൂട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല, എന്ന് വെച്ചാൽ ഒരു തൃപ്തികരമല്ല എന്ന് മാത്രം. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ലൂട്ട് കാര്യങ്ങളെല്ലാം നോക്കി വന്നപ്പോഴത്തേനും നമുക്ക് FF കോയിനും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇവിടെ വേറെ എനിമീസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു കോൺഫിഡൻസിലായിരുന്നു ഓടിച്ചാടി നടന്നത്. നോക്കുമ്പോൾ വേണ്ട പുറകിൽ നിന്നും ഡാമേജ്, എന്നാൽ ഒളിക്കാൻ പോയിടത്തോ അവനും സ്കോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. പിന്നെ വേഗം തന്നെ ഇവിടെ വന്ന് ഒളിച്ചെങ്കിലും എനിക്ക് എൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഗൈസ്. ഞാൻ മരിച്ചുപോയി ഗൈസ്. റയർലെസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഡെഡായ ഉടനെ തന്നെ റിവൈവ് ആയിരിക്കും. അപ്പോൾ അതേ പതിവ് പോലെ തന്നെ റയർലെസ് നമ്മളെ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പീക്കിലോട്ടില്ല, ഉടനെ ഇനി ചാവാനായിട്ട് വയ്യാന്നേ. കുറച്ച് ലൂട്ടൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭീമശക്തി സ്ട്രിപ്പിൻ്റെ അവിടേക്കാണ് ഇപ്രാവശ്യം ഇറങ്ങുന്നത്. അവിടെ ആകുമ്പോഴത്തേനും യൂസ് ആക്കാനായിട്ടുള്ള ഒരു ബോക്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിലും അത്യാവശ്യം ലൂട്ടൊക്കെ കാണും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മാഗ് കിട്ടിയിട്ടുണ്ട്. സമാധാനം. ഇവിടെ അങ്ങനെ എനിമീസിനെ ഒന്നും കാണാനായിട്ടില്ല. അപ്പോൾ സേഫ് ആണെന്ന് വിശ്വസിക്കാം. ഇനി പീക്ക് പോലെ ആവുമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ എന്തായാലും പിന്നെ അടുത്ത ഒരു ലോങ് റേഞ്ച് ഗണ്ണും ഷോർട്ട് റേഞ്ച് ഗണ്ണും സെറ്റായിട്ടുണ്ട്. പാതി മനസ്സമാധാനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് ആശ്വസിക്കാം. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ റയർലെസ് പോയി ചത്തിട്ടുണ്ട്. ഇനി റയർലെസ്സിനെ റിവൈവ് ചെയ്യണം. അപ്പോൾ റയർലെസ് പറഞ്ഞു ഇവിടെ മറ്റേ FF കോയിൻ്റെ ഒരു സംഭവം ഇരിപ്പുണ്ട്, അത് യൂസ് ചെയ്യേ. അങ്ങനെ FF കോയിൻ കളക്ട് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മുടെ ടീംമേറ്റ് ആയിട്ടുള്ള സുൽഫിയുടെ കയ്യിൽ 200 ഉണ്ട്, അതുപോലെ എൻ്റെ കയ്യിലും 200 ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവന് റിവൈവ് ചെയ്യാൻ പറ്റും ആരെങ്കിലും ഒരാളെ എന്ന് പറഞ്ഞു. പിന്നെ വേഗം തന്നെ ഞാൻ അതെല്ലാം അങ്ങ് FF കോയിൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്കും ഇപ്പം 400 ആയിട്ടുണ്ട്, നമ്മുടെ ടീംമേറ്റിനും 400 ആയിട്ടുണ്ട്. 2 പേര് പോയി നോക്കായി, 2 പേര് ഇപ്പോൾ ലൈവായിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കൊടുത്ത FF കോയിൻ യൂസ് ചെയ്തിട്ട് ഒരാളെ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്, അതായത് നമ്മുടെ റയർലെസ്സിനെ. ഇനി അടുത്ത ഒരാളെ ഞാൻ വേണം റിവൈവ് ചെയ്യാനായിട്ട്, കാരണം FF കോയിൻ എൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ റിവൈവ് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു ബോക്സും കൂടെ ഓപ്പൺ ആക്കിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. റയർലെസ് വന്ന് ഭീമശക്തി സ്ട്രിപ്പിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇനി ഒരുമിച്ച് അങ്ങോട്ട് കളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. റയർലെസ് വന്നിട്ട് ലൂട്ടും കാര്യങ്ങളും എല്ലാം സെറ്റാക്കാനായിട്ട് നിൽക്കുക. അങ്ങനെ പോകുന്ന വഴി ഞാൻ നോക്കുമ്പോഴത്തേനും ആ വീടിൻ്റെ മുകളിലൊരു വെള്ളത്തല കാണുന്നു ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ അങ്ങ് കുത്തിപ്പിടിച്ചവനെ നോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ ഇപ്പം നമ്മൾ ഫിനിഷ് ചെയ്യാനൊന്നും നിൽക്കാറില്ല, കുറച്ചൊന്ന് അഡ്വാൻസ്ഡായി പ്രോ പ്ലെയറിലോട്ട് നമ്മൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ വലിയ ടെൻഷനൊന്നും അടിക്കാൻ പോയില്ല. റിവൈവ് ചെയ്യുവാണെങ്കിൽ അവനെ റിവൈവ് ചെയ്തുകൊണ്ട് പോയിക്കോട്ടെ, എനിക്കൊന്നും ഇല്ല എന്നുള്ളൊരു മട്ടിലായിരുന്നു. പിന്നെ വേഗം തന്നെ അവനങ്ങ് ഫിനിഷായി തന്നിട്ടുണ്ട്. അതിന് നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീടിൻ്റെ അകത്തോട്ടൊക്കെ കയറുവാണ് ഗൈസ്. അപ്പോൾ അവിടുന്ന് ഒരു ലൂട്ടും കാര്യങ്ങളെല്ലാം കിട്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗൺ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേഗം തന്നെ വെൻഡിങ് മെഷീനിൽ വന്നിട്ട് നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പം ബാക്ക്
അടിക്കാത്തത് കാരണം നമ്മളിപ്പോഴും 4 പേര് തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ ടീമേറ്റിനെ റിവൈവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ നേരത്തെ നോക്ക് എടുത്തില്ലേ, ഫിനിഷ് ചെയ്ത അവൻ്റെ ലൂട്ട് എടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ നമ്മളെക്കാട്ടിലും മുമ്പേ സുൽഫി നമ്മുടെ ടീമേറ്റ് കയറിപ്പോയി. അപ്പോഴാണ് മനസ്സിലായ അവിടെ ഒരു എനിമി ഉണ്ടെന്ന്. വേഗം തന്നെ അവൻ ടീമേറ്റ് നമ്മുടെ എനിമീനെ നോക്ക് ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ ടീമേറ്റ് നോക്കായി. പിന്നെ വേഗം തന്നെ റിവൈവ് ചെയ്ത എനിമീനെ ഞാൻ ഒന്നും കൂടെ നോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൻ വീണ്ടും റിവൈവ് ചെയ്യാൻ പോയ സമയം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ടീമേറ്റിനെ അങ്ങ് റിവൈവ് ചെയ്ത് വിട്ടു. അപ്പോൾ നമ്മുടെ എനിമി പിന്നെ നോക്കായി കിടപ്പുണ്ട്, അവനെ അങ്ങ് ഫിനിഷ് ചെയ്തു. അപ്പം സ്ട്രിപ്പിൻ്റെ മേളിൽ നിന്നൊക്കെ അടി വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടീമേറ്റിൻ്റെ തലയുടെ മുകളിലൊക്കെ കയറി നിന്നിട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കൊടുത്തു. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചും കിട്ടിയിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ മെഡിക്കറ്റും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യുകയാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ റെയർലെസ് താഴെ വന്നിറങ്ങി ലൂട്ടൊക്കെ കുറച്ച് വലിയ കുഴപ്പമില്ലാതെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ സ്കൈലറൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഗ്ലൂ വാളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവന് ഡാമേജ് കൊടുക്കാൻ നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. അവൻ ഓടി ആ വീടിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ ഞാൻ ഗ്ലൂ വാളൊക്കെ ഇട്ട് സേഫായിട്ട് നിൽക്കുന്നുണ്ടായി കവർ എടുത്തിട്ട്. അത് കഴിഞ്ഞ് നമുക്കിനിയും പതുക്കെ ബാക്ക് വലിയാം. ഞാൻ പറഞ്ഞു ഇനി ഒറ്റ ഒരാളേ ഉള്ളൂ, അപ്പോൾ നമുക്ക് പുഷ് ചെയ്തങ്ങ് കയറാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേനും ആരും കാണാനില്ല. അപ്പോൾ ഞാൻ നൈസായിട്ട് അങ്ങ് പോയ സമയം കൊണ്ട് റെയർലെസ് താഴെ ഇറങ്ങി വന്നു. ആ ടൈമിൽ തന്നെ നമ്മൾ പുഷ് ചെയ്ത് കയറാനായിട്ട്, അതായത് നേരത്തെ നോട്ട് ചെയ്ത് വെച്ച ആ ഒരു എനിമി തന്നെ വന്ന് നമ്മുടെ റെയർലെസ്സിനെ അങ്ങ് ഫിനിഷ് ചെയ്തു. അവനെ ഞാൻ വേഗം തന്നെ അങ്ങ് നോക്ക് ചെയ്തിട്ടു. അവനെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ടീമേറ്റ് വന്നു, അതും ഫിനിഷ് ചെയ്ത് നമ്മളങ്ങനെ ആ ഒരു ടീം വൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ 3 കില്ലും എടുത്തേക്കുന്നത്. പിന്നെ വേഗം തന്നെ അവരുടെയൊക്കെ ലൂട്ട് ബോക്സും കാര്യങ്ങളും എല്ലാം നോക്കി അത്യാവശ്യം FF കോയിനും ലൂട്ടും ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റെയർലെസ്സിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പോയി റിവൈവ് ചെയ്യാൻ നോക്കുന്ന ടൈം കൊണ്ട് തന്നെ റെയർലെസ്സിനെ നമ്മുടെ ടീമേറ്റ് ഓൾറെഡി റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വെൻഡിങ് മെഷീനിൽ ഒന്ന് പോയി നോക്കി ബാക്ക് വരുമായിരുന്നു ഗൈസ്. അപ്പോൾ നേരത്തെ നമ്മൾ റെയർലെസ്സിനെ റിവൈവ് ചെയ്യാനുള്ള തിരക്കിലായതുകൊണ്ട് നമുക്ക് ലൂട്ട് അധികം അങ്ങനെ അങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരികെ വന്നിട്ട് അവൻ്റെ ലൂട്ട് ബോക്സൊക്കെ ഒന്നും കൂടെ ലൂട്ട് ചെയ്യുവാണ് ഗൈസ്. മേളിലും ഒരു ലൂട്ട് ബോക്സൊക്കെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെയും ലൂട്ട് ബോക്സൊക്കെ ലൂട്ട് ചെയ്തിട്ട് പതുക്കെ നമ്മൾ സ്ട്രിപ്പിൻ്റെ മേളിലോട്ട് കയറാനായിട്ട് പ്ലാൻ ചെയ്യുക. കാരണം ഏതായാലും സോൺ പതുക്കെ ഷ്രിങ്കായി വരും ഇനി. അപ്പോൾ നമുക്ക് എന്തായാലും സോൺ പിടിച്ചങ്ങ് പതുക്കെ പോകാം എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ സോൺ കയറി കഴിഞ്ഞാൽ പിന്നെ സേഫായിട്ടിരിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മേളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തോ കിരീടം പോലെ ഇരിക്കുന്ന സാധനമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് 3 കിലോ എടുക്കുമ്പോൾ അങ്ങനെ എന്തോ വരുന്നതാണ്, എന്തെങ്കിലും ആട്ടെ ആ സംഭവം അപ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുൽഫി എന്ന് പറയുന്ന ടീംമേറ്റിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വൈറ്റ് ഹാർട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ പതുക്കെ ഇനി സ്ട്രിപ്പിലൂടെ താഴത്തോട്ട് ഇറങ്ങാനായിട്ട് പോവാണ്. റെയർലെസ്സും നമ്മുടെ ബാക്കി ടീംമേറ്റ്സും ഒക്കെ താഴത്ത് പതുക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. റെയർലെസ് ആണെങ്കിൽ ഏതോ മൂലക്കൊക്കെയാണ് ചെന്ന് ഇറങ്ങിയേക്കുന്നത്. എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ട് വാ ഞാൻ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അങ്ങനെ ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നതേ ഉള്ളൂ, ഇപ്പോൾ വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും സപ്പോർട്ട് ചെല്ലണം. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്തോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീംമേറ്റ് മോഹൻലാലാണ് ഗൈസ് നമ്മുടെ ടീംമേറ്റ്, അല്ലേ. അപ്പോൾ മോഹൻലാലും അങ്ങനെ നമ്മുടെ റെയർലെസ്സിൻ്റെ അടുത്തോട്ട് എത്തുന്നുണ്ട് ഇങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ ഏതൊക്കെയോ പരിസരത്തോട്ട് അവൻ പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനൽ ഫൈറ്റിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയാണെങ്കിൽ 10 പേരും കൂടെയാണ് ലൈവ് ആയിട്ടുള്ളത്. ആ 10 പേരിൽ 4 പേര് നമ്മളാണ്. അപ്പോൾ ബാക്കി 6 പേരാണ് ഇനി എനിമീസ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവരെയൊക്കെ ഡിഫീറ്റ് ചെയ്ത് നമുക്ക് ബൂയി അടിക്കാൻ പറ്റുമല്ലോ എന്ന് നോക്കാം. നമുക്ക് അതിന് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് ഏതായാലും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും ഇതിൻ്റെ അകത്തോട്ട് കയറി ലൂട്ടും കാര്യങ്ങളെല്ലാം സെറ്റാക്കുമായിരുന്നു. അപ്പോൾ ഞാൻ റെയർലെസ്സിൻ്റെയും വിളിച്ചു. റെയർലെസ്സിനാണെങ്കിൽ ഇപ്പോൾ വന്നിറങ്ങിയ ലൂട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ നല്ല ഗണ്ണും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഞാൻ റെയർലെസ്സിനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റെ ഗൺ നൈസായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഗ്രോസയും SVD ഒക്കെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും ഒന്ന് മേളിലോട്ട് കയറിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ എനിമീസ് പതുക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ടീംമേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും പതുക്കെ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ ഇപ്പോഴേ ഫൈറ്റ് തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ രീതിയിൽ ഡാമേജും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുത്തൻ നോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീംമേറ്റ്സ് ഒരാളെ നോക്ക് ചെയ്തിട്ടുണ്ട്. ഒരാളെ 2-3 പേരെ എന്തോ നോക്ക് ചെയ്ത് ഫിനിഷൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ എത്തിയ സമയം കൊണ്ട്. ഞാനാണെങ്കിൽ നോക്കുമ്പോൾ കുറേ ഗ്ലൂ വാൾസ് പല കളറിലും പല നിറത്തിലും ഒക്കെയുള്ള ഗ്ലൂ വാൾസ് കാണുന്നുണ്ടെന്നല്ലാതെ എനിമീസിനെ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. ഇനി എൻ്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമാണോ? അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. കാരണം ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കണ്ണിന് പിടിച്ചില്ലെങ്കിൽ അവർക്ക് എന്നെ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനിവിടെ ഒരു മരത്തിന് പുറകിൽ ആരും കാണാതെ ഒളിച്ചിരിക്കുവാണ്. എങ്ങാനും ഇനി ഇറങ്ങേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മുടെ ടീംമേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഒരുത്തനാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഏത് വഴി അവൻ പോയി എന്ന് എനിക്ക് മനസ്സിലായില്ല.
അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പുറകിൽ ഒരുത്തനെ കണ്ടു കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവൻ പതുക്കെ രക്ഷപ്പെട്ട് പോയി. പിന്നെ ഞാൻ അവനെ ശ്രദ്ധിക്കാനായിട്ട് പോയില്ല. ഫ്രണ്ടിൽ ഇഷ്ടംപോലെ എനിമി ഉള്ളപ്പോൾ നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കി വെറുതെ എന്തിനാ അടി വാങ്ങി വെക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പരിസരത്തോട്ട് മൈൻഡ് ചെയ്യാനേ പിന്നെ പോയില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ടീംമേറ്റിന് സപ്പോർട്ട് ചെയ്യലുമാണ്. എന്നിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് നോക്കിയിട്ടൊന്നും എനിമീസിനെ കാണുന്നില്ല ഗൈസ്. ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ടീംമേറ്റ് പോയി നോക്കായി. ആരാണ് അവനെ അടിച്ചിട്ടേന്ന് പോലും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെ ഇവൻ നോക്കായ സമയത്ത് ഒരു എനിമിയെ ഞാൻ കണ്ടു ഗൈസ്. പിന്നെ റയർലെസ്സിനും എവിടെ നിന്നൊക്കെയോ ഡാമേജ് കിട്ടുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് എനിക്കാണെങ്കിൽ എനിമീസിനൊന്നും കാണാനും പറ്റണില്ല. എന്തൊരു മായയാണിത്. അത് കഴിഞ്ഞ് നമ്മളിതേ ബാക്ക് വലിഞ്ഞു. കാരണം നമ്മുടെ ടീംമേറ്റ്സിനെ റിവൈവ് ചെയ്ത് വിടണം. റയർലെസ്സിനും പതുക്കെ ഹെൽത്തൊക്കെ കുറയാണ്. അപ്പോൾ ഞാൻ റയർലെസ്സിൻ്റെ അടുത്ത് പറഞ്ഞു റയർലെസ്സെ സേഫ് ആയിട്ട് ഏതായാലും നിൽക്ക്, പോയി നോക്കാവരുത്, ഞാൻ ബാക്കിയുള്ള ടീംമേറ്റ്സിനെ റിവൈവ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ് ഗൈസ്. അപ്പോൾ എനിക്കും അറ്റാക്കൊക്കെ വരുന്നുണ്ട്, ചെറിയ രീതിയിലൊക്കെ ഡാമേജ് കിട്ടുന്നുണ്ട്. എവിടെ നിന്നാണ് അടി കിട്ടണതെന്ന് നോക്കിയിട്ടാണെങ്കിൽ എനിക്ക് എനിമീസിനൊന്നും കാണാനും പറ്റുന്നില്ല. ഇവരെന്തെങ്കിലും ഇനി ഹാക്കറാണോ, മാജിക് യൂസ് ചെയ്തിട്ടാണോ എന്നെ അടിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. അത് കഴിഞ്ഞ് നമ്മളിതേ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ഞാൻ കണ്ടു ഗൈസ്, എൻ്റെ ഈ കുഞ്ഞ് കണ്ണുകൊണ്ട് ഞാൻ കണ്ടു അവിടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അവിടെ ഒരാൾ ഇരിപ്പുണ്ട് ഗൈസ്. പിന്നെ ഞാൻ വെറുതെ എന്തിനാ അവനെ അടിച്ച് അവനെ അങ്ങ് ഫിനിഷ് ചെയ്യുന്നത്, അവൻ്റെ ടീംമേറ്റ്സിനെയൊക്കെ റിവൈവ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അവനെ ഒന്നും ചെയ്യാനായിട്ട് പോയില്ല കേട്ടോ, എൻ്റെ നല്ല മനസ്സ്. അത് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടിയിലൊക്കെ വന്ന് ടീംമേറ്റ്സിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നേക്കുന്നു. അവർക്ക് ഡാമേജ് കൊടുക്കാനായിട്ട് നോക്കിയത് അവർ 2 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മനസ്സിലായി സേഫ് അല്ലാന്ന്. അതുകൊണ്ട് പിന്നെ അടങ്ങി ഒതുങ്ങി അവിടെ ആരും കാണാതെ ഒച്ചയൊക്കെ ഉണ്ടാക്കാതെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് അവർ പോയപ്പോഴത്തേനും നമ്മുടെ ടീംമേറ്റ്സിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. മാലാഖയെ പോലെ വന്നിട്ട് അവസാനം രാക്ഷസൻ്റെ സ്വഭാവം കാണിക്കാൻ പറ്റുകയല്ലോ. അതുകൊണ്ട് സോണിൽ നിന്നും നമ്മുടെ ടീംമേറ്റ്സിനെ എല്ലാവരും റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാവരെയും റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോക്കൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ റെയർലെസ്സിനെയും പിന്നെ വേറെ ഒരു സുൽഫി എന്ന് പറയുന്ന നമ്മുടെ ടീംമേറ്റിനെ, സുൽഫിയാണെന്ന് തോന്നുന്നു, ഏതോ ഒരു നമ്മുടെ ടീംമേറ്റിനെയും കൂടെ നമ്മൾ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ എനിമി യൂസ് ചെയ്ത അതേ ഇത് യൂസ് ചെയ്തിട്ട് നമ്മളിത് ഇവിടെ വന്ന് ഇറങ്ങി. പിന്നെ വേഗം തന്നെ മെഡിക്കറ്റും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യുവാണ്. കാരണം അതല്ലെങ്കിൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും നോക്കാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് ഇതേ വീടിൻ്റെ മുകളിലോട്ട് കയറും. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ടീംമേറ്റും വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ റിവൈവ് ചെയ്ത നമ്മുടെ ടീംമേറ്റ്. അത് കഴിഞ്ഞ് ഞാൻ എനിമീസിനെയൊക്കെ നോക്കുവാണ്. അപ്പോൾ ഇവിടെ എനിമീസിനും കാര്യങ്ങളൊന്നും കാണാനില്ല. നമ്മുടെ ടീംമേറ്റ് നൈസായിട്ട് താഴത്തോട്ട് ചാടിയിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ റിവൈവ് ചെയ്ത് വിട്ട നമ്മുടെ ടീംമേറ്റ്, അതായത് നമ്മുടെ റയർലെസ്സിനെ എനിമി നോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു ഇവനാണെന്ന് തോന്നുന്നു. അപ്പോൾ അവന് കുറച്ച് ഡാമേജ് ഒരു 105 കൊടുത്തിട്ടുണ്ട്. ഫേക്ക് കയറിയിട്ടില്ല എന്ന് വിശ്വസിക്കാം. അപ്പോൾ അധികം നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം സോൺ നല്ല രീതിയിൽ ഷ്രിങ്കായി വരുന്നുണ്ട്. ലാസ്റ്റ് സോൺ ആവാറായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡാമേജ് കൊടുക്കും. അതുകൊണ്ട് അധികം നേരം സോണിൽ നിൽക്കാതെ നമ്മൾ അവന് അവിടെ കാണുന്ന എനിമീസിനൊക്കെ കുറച്ച് ഡാമേജ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നൈസായിട്ട് ബാക്ക് വലിഞ്ഞു. എനിക്ക് തോന്നുന്നു അവർ 4 പേരും ടീമായിട്ട് നിൽക്കുന്നതാണ്, കാരണം അവർ പരസ്പരം അടിക്കുന്നൊന്നുമില്ല. അപ്പം മിക്കവാറും ടീം ആവാനാണ് സാധ്യത കൂടുതൽ. നമ്മുടെ സ്ക്വാഡിലാണെങ്കിൽ ഇനി 2 പേരും കൂടെ ഉള്ളൂ, ഞാനും പിന്നെ മോഹൻലാലും മാത്രം. അപ്പം മോഹൻലാലിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക്, അവനുള്ള സ്ഥലത്തേക്ക് ഞാൻ പതുക്കെ കറങ്ങി പോകാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അവനെ, അതായത് മോഹൻലാലിനെ നോക്ക് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ എന്നെ തേണ്ട പതുക്കെ അവർ സ്പോട്ട് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് വരുന്നുണ്ട്. പിന്നെ വേഗം തന്നെ ഗ്ലൂ വാളൊക്കെ ഇട്ട് ഞാനിങ്ങനെ മുന്നോട്ട് കയറി പോവുകയാണ്. കാരണം സോൺ ഷ്രിങ്കായി വരുന്നുണ്ട്, ഹെൽത്തും ഇല്ല. സോണിൽ കൂടെ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് കിട്ടും. പിന്നെ വേഗം തന്നെ മെഡിക്കറ്റും ഒക്കെ യൂസ് ചെയ്ത ടൈം കൊണ്ട് തന്നെ അവർ വന്ന് എന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.